Good morning. Good morning, Miss. Good morning. Good morning. Breakfast ഒക്കെ കഴിച്ചോ? കഴിച്ചു മാം. രണ്ടുപേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ അല്ലെ? ബാക്കിയുള്ളവർ വരുമോ? വരുമായിരിക്കും ടീച്ചർ. PG ക്ലാസ് എങ്ങനെയുണ്ട് ആൻസി? PGയുടെ ക്ലാസ് ടീച്ചർ കുഴപ്പമില്ല ടീച്ചർ. പക്ഷെ നമ്മുടെ ബാച്ചിലെ കുട്ടികൾ മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് തുടങ്ങി ടീച്ചർ, PGക്ക് മാത്രം. കാരണം അവര് മുതിർന്ന കുട്ടികളായോണ്ടാണെന്ന് തോന്നുന്നു, നമ്മൾ പറയുന്നതിനുള്ള റിപ്ലൈ അവര് തരത്തില്ല. അവര് കുറച്ചു പേര് എനിക്കൊന്ന് പരസ്പരം നന്നായിട്ട് അറിയാന്നുള്ളവര്. അപ്പൊ അവര് മാത്രം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അവര് പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. അതില് ജയശ്രീ എന്ന് പറയുന്ന ഒരു ചേച്ചി മാത്രം ഞാൻ പേഴ്സണലി നമ്മൾ മെസ്സേജ് ഇടുമ്പോൾ റിപ്ലൈ തരുന്നുണ്ട്, നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ നമ്മൾ ആരും ഗ്രൂപ്പിൽ കയറി ഇവരുടെ മെസ്സേജ് ഇടുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ നമ്മളെക്കാട്ടി കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം ഈ റിസർച്ച് പഠിച്ച ചേച്ചിയുണ്ട്, അല്ലാതെ കുറെയൊക്കെ കൂടിയ ഒരു ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പം നമുക്കും ഒരു മടി അവരോട് ചോദിക്കാൻ. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത്, അപ്പം നമ്മൾ 4-5 പേര് ഡെയിലി കയറുന്നുണ്ട് PGക്ക്. അപ്പൊ ആരെങ്കിലും ഒരാള് റിവ്യൂ ഇടും ഒരു ദിവസം. കേറാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റിവ്യൂ ഇടുന്നുണ്ട്, അല്ലാതെ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. കാരണം നമ്മൾ ചോദിക്കുന്നതിന് അവര് റിപ്ലൈ ഒന്നും തരുന്നില്ല. അതാ ചില ചേച്ചിമാര് തരും, ചിലവര് തരത്തില്ല. അവര് വേറെ ഒരു ഇതിലോട്ട് പോകും, വേറെ ഡൗട്ടിലോട്ട് പോകും. എന്തായാലും ക്ലാസ് ഒക്കെ കുഴപ്പമില്ലല്ലോ അല്ലെ? മനസ്സിലാവുന്നില്ല. ക്ലാസ് ഒക്കെ നല്ലതാണ് ടീച്ചർ, ക്ലാസ് ഒന്നും കുഴപ്പമില്ല. പിന്നെ സെമിനാറിന്റെ വിഷയത്തില് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടീച്ചർ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ അന്ന് ലെഫ്റ്റ് ആയിരുന്നു ടീച്ചർ സെമിനാർ പ്രസന്റ് ചെയ്തിട്ട്. അതായത് സെമിനാർ നമ്മള് ഒരെണ്ണം ചെയ്താൽ മതി, ഒരു സെമിനാർ ഏതെങ്കിലും ഒരു ടീച്ചറിന്റെ ക്ലാസ്സിൽ കേട്ടോ. അപ്പൊ ടീച്ചർ ഞാൻ ഇനി ചെയ്യണ്ടേ ടീച്ചർ? ആൻസി അന്ന് ചെയ്തതല്ലേ? അതെ ടീച്ചർ, ഞാൻ ടീച്ചറിന്റെ ക്ലാസ്സിൽ അന്ന് ലാസ്റ്റ് ചെയ്തു. ചെയ്യണ്ട. ഇനി ആൻസിക്ക് വീണ്ടും പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടീച്ചറിന്റെ ക്ലാസ്സിലോ അല്ലെങ്കിൽ എന്റെ തന്നെ ക്ലാസ്സിൽ വേറെ എന്തെങ്കിലും ടോപ്പിക് പ്രസന്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതൊരു ക്ലാസ് ലീഡ് ചെയ്യുന്നത് പോലെ ചെയ്യാം. അതിന് മാർക്കൊന്നുമില്ല കേട്ടോ. സെമിനാർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് അന്ന് പ്രസന്റ് ചെയ്തതിന് മാർക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസ് ലീഡ് ചെയ്യുന്ന പോലെ ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഏതെങ്കിലും ടോപ്പിക് എടുക്കാം. അത് വേറെ ഏതെങ്കിലും ടീച്ചറിന്റെ ക്ലാസ്സിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, എന്റെ തന്നെ ക്ലാസ്സിൽ വേറെ ഏതെങ്കിലും ടോപ്പിക് എടുത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെയാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അപ്പൊ പല കുട്ടികൾക്കും ഡൗട്ടും കാര്യങ്ങളായിരുന്നു, എന്ത് ചെയ്യണം, എത്ര സെമിനാർ അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടീച്ചർ അത് നമ്മുടെ PG ഗ്രൂപ്പിൽ വന്ന ഡൗട്ടാണ്. എല്ലാവരും പറഞ്ഞു എല്ലാ ടീച്ചേഴ്സിന്റെ ഇതിലും നമ്മൾ ഓരോ സെമിനാർ വെച്ച് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പേഴ്സണൽ ആയിട്ട് ജിഷ മിസ്സിന് മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പൊ ടീച്ചറാണ് പറഞ്ഞ ഏതെങ്കിലും ഒരു ടീച്ചറിന്റെ ക്ലാസ്സിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്താൽ മതി എന്നാ പറഞ്ഞ. പക്ഷെ വേറെ ഏതോ ഒരു മിസ് പറഞ്ഞെന്ന് പറഞ്ഞ് എല്ലാവരുടെ ടോപ്പിക്കും എടുക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അത് ആരാണ് പറഞ്ഞെന്ന്, ആതിര മിസ് ആണോ മറ്റേ മൾഡോ പേരറിയത്തില്ല, ആ ഒരു മിസ്സാണോ? അതെ, ഇതിൽ ആരോ ഒരാളാ പറഞ്ഞെന്നാ പറഞ്ഞേ. ആതിര മിസ് അപർണ മിസ്സും പറഞ്ഞായിരുന്നു. അപർണ മിസ് വോയിസ് ജയശ്രീ മാഡം ഇട്ടേക്കുന്നത്, അല്ല ജയശ്രീ ആ കുട്ടി ഇട്ടേക്കുന്നത് അപർണ മിസ്സിന്റെ വോയിസ് ആ ഇട്ടേക്കുന്നത്. അതായത് ഏത് ടീച്ചറിന്റെ ക്ലാസ്സിലാണോ സെമിനാർ എടുക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആരാണോ തരുന്നത് അതാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു വോയിസ് ഇട്ടേക്കുന്നുണ്ട് അപർണ മിസ്സിന്റെ. അങ്ങനെയോ? ഒരു വോയിസ് ഫോർവേഡ് ടീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വോയിസ് കേട്ടിട്ടാണ് ഞാൻ ജിഷ മിസ്സിനോട് ചോദിച്ച. അപ്പൊ ജിഷ മിസ് പറഞ്ഞ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്നാ പറഞ്ഞ. ആരെങ്കിലും ഒരാളുടെ ഏതെങ്കിലും ഒരു ടീച്ചറിന്റെ, ഇപ്പൊ ഞാൻ അശ്വതി മിസ്സിന്റെ ചെയ്തോണ്ട് ഇനി ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. ചെയ്യണ്ട കേട്ടോ. ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലീഡ് ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാം, ഇഷ്ടമാണെങ്കിൽ മാത്രം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിന് മാർക്കൊന്നുമില്ല. നമ്മൾ ഓൾറെഡി സെമിനാറിന് ആൻസിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട്, ഇനി മാർക്കില്ല. നമ്മൾ കുറെ സെമിനാർ എടുക്കണം എന്ന് പറയുമ്പോൾ കുറെ മാർക്കുകൾ ആവില്ലേ?
അപ്പൊ നമുക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടാവില്ല, എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് കേട്ടോ അങ്ങനെ. കാരണം ടീച്ചർ 90 സ്റ്റുഡൻസ് പി ജിക്ക് മാത്രമായിട്ടുണ്ട്. അപ്പൊ ഇവർ ഇത്രയും പേര് ഇത്രയും ഓരോ ടോപ്പിക് വെച്ച് എടുത്ത് തീർക്കണ്ടേ. അപ്പൊ നമ്മൾ എടുത്തവർ എന്നെ ടീച്ചർ റിപ്പീറ്റ് ചെയ്ത് എടുത്താലേ ചില കുട്ടികൾക്ക് എടുക്കാൻ പറ്റാതെ ആകും. കാരണം ജിഷ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളോട് പറഞ്ഞത് ഈ മാസം ലാസ്റ്റ് കൊണ്ട് പി ജി ക്ലാസ് തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് അല്ല, നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് ആണ്, ജൂൺ ലാസ്റ്റ് ആവും. അയ്യോ നമ്മുടെ ഡിപ്ലോമ അയ്യോ അപ്പൊ ടീച്ചർ പറഞ്ഞതിന്റെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയത്തില്ല. നമ്മുടെ അടുത്ത് പറഞ്ഞ ഈ മാസം എന്നാ പറഞ്ഞ, എന്നിട്ട് ജൂലൈ പകുതിക്ക് ഡിപ്ലോമ എക്സാം കഴിഞ്ഞ് 1 വീക്ക് കഴിയുന്നത് പി ജി എക്സാം കാണുമെന്ന് പറഞ്ഞു. നമ്മള് കഴിഞ്ഞ മാസം അല്ലേ പി ജി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, തീർക്കണ്ടേ ചാപ്റ്റേഴ്സ് ഒക്കെ. അപ്പൊ ഈ മാസം എന്തായാലും തീരില്ല. ഈ മാസം ഇനി കൂടി വന്നാല് 3 ക്ലാസ് അല്ലേ കിട്ടുള്ളൂ എനിക്കൊക്കെ ആണെങ്കിൽ. അതുകൊണ്ട് 2 ചാപ്റ്റർ ഒന്നും തീർക്കാം. എന്നെ സംബന്ധിച്ച് വലിയൊരു ചാപ്റ്റർ ആണ്, തീരെയില്ല. എക്സ്ട്രാ സെഷൻ വെച്ചിട്ട് വേണം എന്റെ ക്ലാസ്സുകൾ തീർക്കാനായിട്ട്. അപ്പോ ഈ മാസം എന്തായാലും ഉണ്ടാവില്ല, അടുത്ത മാസം ലാസ്റ്റ് ആയിരിക്കും തീരുന്നത്. അങ്ങനെയാണ് എന്റെ ഒരു തോന്നല്. ഇത് ശരിയാവണം എന്ന് അറിയില്ല, അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അറിവ്. അടുത്ത മാസം ജൂൺ ലാസ്റ്റ് ഇരിക്കും. ടീച്ചർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ഡിപ്ലോമയും പി ജിയും ചെയ്യുന്നവർക്ക് ഒറ്റ ഒരു സർട്ടിഫിക്കറ്റ് ആണോ അതോ 2 ആയിട്ടാണോ തരുന്നേ? അത് 2 ആയിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അല്ല മിസ്സേ ഒരെണ്ണോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച്. ഒരെണ്ണം തന്നെയാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് പി ജി കഴിഞ്ഞിട്ട് കോൺവെക്കേഷൻ നടത്തത്തോളെന്നും പറഞ്ഞു. പി ജി കഴിഞ്ഞിട്ട്, കാരണം അധികം വൈകാനും പറ്റില്ല പി ജി. കാരണം 15th ബാച്ച് ഈ മാസം എക്സാം തുടങ്ങും. ഡിപ്ലോമയുടെ 15th ബാച്ച് ഉണ്ടല്ലോ, സീനിയർ ആയിട്ടുള്ള ബാച്ച്, അവർക്ക് ഈ മാസം ഡിപ്ലോമയുടെ എക്സാം തുടങ്ങും. പിന്നെ പി ജി ക്ലാസ് കഴിഞ്ഞിട്ടാണ് പി ജിയുടെ എക്സാം അവർക്ക് ഉണ്ടാവുക. അപ്പൊ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പി ജി ക്ലാസ് കഴിഞ്ഞിട്ട് പി ജിയുടെ എക്സാം ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഡിപ്ലോമയുടെ കഴിഞ്ഞതിനനുസരിച്ച് നിങ്ങളുടെ പി ജിയുടെ എക്സാം ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ. ടീച്ചർ നമ്മുടെ റിസൾട്ട് വന്നിട്ടേ കോൺവെക്കേഷൻ നടത്തുവോളോ ടീച്ചർ, അങ്ങനെയാണോ? റിസൾട്ട് അതെ, റിസൾട്ട് നിങ്ങൾക്ക് തരുമെന്ന് തോന്നുന്നു, പബ്ലിഷ് ചെയ്യുമെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് കോൺവെക്കേഷൻ ഉണ്ടാവുക. അങ്ങനെയാണ് അറിവ് കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോ നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. എല്ലാ ദിവസവും റിവ്യൂ ഇടുന്നുണ്ട് അല്ലേ? അപ്പോ കേറാത്ത കുട്ടികൾക്കും അത് ഹെൽപ്ഫുൾ ആകും. നല്ല കാര്യം കേട്ടോ, അങ്ങനെ ചെയ്യാം. ഒരു കമ്പൈൻ സ്റ്റഡി പോലെ അല്ലേ, അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നേ? അതെ ടീച്ചർ, ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക്സ് ഒന്നുമില്ല അല്ലെ, നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യം മാത്രം അന്നുള്ള പറഞ്ഞാൽ മതിയല്ലോ. ഡിപ്ലോമ പോലെയല്ല, ഡിപ്ലോമയ്ക്ക് നമുക്ക് ഒരുപാട് വർക്കും അസൈൻമെന്റ് ഒക്കെ ഉണ്ടല്ലോ. ഇതിൽ അങ്ങനെയല്ല, അപ്പൊ അന്നുള്ള പോർഷൻസ് പഠിപ്പിക്കുന്ന മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതിക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രയർ ചെയ്തോളൂ കേട്ടോ. പ്രയർ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാക്കണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ഭൂമി അമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ അറിയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതണമേ. താങ്ക് യു മാം. ഓക്കെ, thought of the day പറഞ്ഞോളൂ. Thought of day: if you fail, never give up, because fail means first attempt in learning. Thank you. മിസ് തോട്ട് ഓഫ് സൈൻ ഇൻ പറയാം. ഒരു സ്റ്റോറിയാണേ, ദ മിറർ മാജിക്. മിക്കു ആൻഡ് ചിക്കു were best friends. They were rabbits living in the forest. One day they went to a garden full of carrots. Both of them loved carrots very much, so they ate lots of tasty carrots until their stomachs were full.
On their way back, they saw a broken mirror lying on the ground. Miku picked it up and looked into it. He was surprised. Hey, I see another rabbit just like me, Miku told Chiku. Chiku grabbed the mirror and looked. Grabbed means തട്ടിപ്പറിച്ചു. No, it looks like me, a handsome rabbit, he said proudly. Miku did not believe it. He stood close to Chiku and looked again. This time, there saw two rabbits in the mirror. Look, two rabbits here. Let's take them to home, said Miku. So they carried it to their house and placed it outside. The next day, a monkey passed by. He looked into the propped up mirror and laughed. Ha! This is not a rabbit. It shows a monkey. He teased them. Teased means kaliyaki. Later, an elephant came and looked. This is not a rabbit or monkey. It shows an elephant. Are you both crazy? The elephant laughed. Soon, many animals came one by one to look into the mirror. The bear said, it shows a big scary bear protecting Miku and Chiku. The tiger said, no, it shows a fierce tiger guarding them. The leopard said, a spotted leopard is their bodyguard. The story spread across the forest. Miku and Chiku have a powerful security guard. Finally, the king of the forest, the lion, came to see the mirror. He stared at the mirror. Stared means തട്ടിപ്പറിച്ചു. Inside the mirror, he saw a huge lion staring at him with fiery eyes. The lion roared at the mirror. The mirror roared back. Terrified by his own reflection, the lion turned around and ran away as fast as he could. All the animals were shocked. Did you see that? They whispered. Even the lion is afraid of Miku and Chiku's guards. Miku and Chiku were amazed. The rabbits in the mirror are stronger than the lion, said Chiku proudly. The two little rabbits smiled at each other, feeling brave and happy. They never knew that a simple mirror could make them look so powerful. Thank you. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? ഓഫീസ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു മാം. ടു ടേക്ക് അറ്റൻഡൻസിന്റെ മീനിങ് നോക്കി വരാൻ പറഞ്ഞു. ടീച്ചർ ലാസ്റ്റത്തെ ടു ടേക്ക് അറ്റൻഡൻസ് എന്നുള്ളതിന്റെ മീനിങ് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഓക്കെ, എഴുതിയിട്ടുണ്ടോ? പിന്നെ ഒരു ഡ്രോയിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. ഡ്രോയിങ് ചെയ്തായിരുന്നോ? ചെയ്തായിരുന്നു മിസ്. ഡ്രോയിങ് കാണിക്കാമോ ചെയ്തവര്? ഓക്കെ ടീച്ചർ ഞാൻ പറഞ്ഞില്ലേ ടീച്ചർ, ഞാൻ അച്ഛന് വയ്യാതെ ഞാൻ എന്റെ വീട്ടിലോട്ട് വന്ന ടീച്ചർ. ഞാൻ ചെയ്തിട്ടുണ്ട് ടീച്ചർ, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മാസം ലാസ്റ്റേ വീട്ടിൽ പോകുള്ളൂ ടീച്ചർ, ഹസ്ബൻഡിന്റെ വീട്ടിൽ. ശരി. ബാക്കിയുള്ളവര് ചെയ്തവര് കാണിച്ചോളൂ കേട്ടോ. ഡ്രോയിങ് ആദ്യം നമുക്ക് നോക്കാം. ക്യാമറ ഓൺ ചെയ്യാമോ? കാണിക്കട്ടെ മിസ്? കാണിച്ചു. മിസ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി അടുത്ത് കാണുന്നില്ല. അകലെ പോലെ അല്ലെ, ഗ്യാപ്പ് ഉണ്ടല്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നില്ല മിസ്? കാണുന്നുണ്ട്. കയ്യില് വരച്ചതാണോ? അതെ മിസ്, വരച്ചതാണ്. വരയ്ക്കാൻ അറിയാലോ? അപ്പൊ നല്ല ഭംഗിയുണ്ട്. ഞാൻ വരയ്ക്കാറുണ്ട് മിസ്. വരയ്ക്കാറുണ്ട് അല്ലേ? എല്ലാരും ഉണ്ട് അല്ലേ? പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ട്രീസ് ഉണ്ട്, കുട്ടികളുണ്ട്, പിന്നെ ബിൽഡിങ്. വാട്ടർ ടാങ്ക് ഉണ്ടോ? വാട്ടർ ടാങ്ക് ഇല്ല മിസ്. നല്ലതാണ് കേട്ടോ. വെരി ഗുഡ്. മതിയോ മിസ്?
ഓക്കെ, മതി മതി, കണ്ടു. എല്ലാവരും കണ്ടല്ലോ അല്ലേ? മിസ് പിന്നെ ഒരു മാസ്ക് ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ? ഞാനോ? മാസ്ക്. ഞാനല്ലല്ലോ, ആ അപർണ ഓക്കെ. മിസ് ആയിരിക്കും. ടീച്ചർ അല്ല പറഞ്ഞ, അപർണ മിസ്സാണ്. മിസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് 3 കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് കാണിക്കട്ടെ? ആ ഓക്കെ, കാണിച്ചോളൂ. നിങ്ങളുടെയൊക്കെ മുഖം ഫേസ് ഇപ്പോഴാ കാണുന്നേ. ആരും അങ്ങനെ വീഡിയോയിലെ ക്യാമറ ഓൺ ചെയ്യാറില്ലല്ലോ. മ്യൂട്ടാണ്. ബാക്ക് ക്യാമറ എങ്ങനെയാന്ന് പറയാവോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ബാക്ക് ടീച്ചർ ക്യാമറ. അത് എനിക്ക് പറ്റുന്നില്ലല്ലോ മിസ്, എനിക്കും പറ്റുന്നില്ല ബാക്ക് ക്യാമറ ഓൺ ആക്കാൻ. മിസ് പിൻ ചെയ്തേക്കുന്ന മാറ്റിയാ ചിലപ്പം ഓണാക്കാൻ പറ്റുമോ? ചെയ്യണത് മാറ്റണോ? എനിക്കൊരു ഡൗട്ട്, എനിക്ക് ഓണാക്കാൻ പറ്റുന്നില്ല. ടീച്ചർ അത് എല്ലാവർക്കും ഓണാക്കാൻ പറ്റത്തില്ല ടീച്ചർ. അപ്പോ നമ്മൾ ആ ഫോൺ തന്നെ നമ്മൾ ചരിച്ചു പിടിച്ച് ആ ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്താണ് കാണിക്കുന്നത്. ഫോൺ തന്നെ ചരിച്ചു പിടിച്ചാ മതി കേട്ടോ, അങ്ങനെ കാണിച്ചാ മതി. ആണോ? ഞാനിത് ഓരോ ഭാഗമായിട്ടാ വരച്ചേ, സ്കൂളായിട്ടല്ല. ആദ്യം ക്ലാസ് റൂമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ലൈബ്രറി, പിന്നെ പ്ലേ ഗ്രൗണ്ട്, പിന്നെ ഇത് നമ്മളുടെ എന്താ സ്റ്റേജ് ഒക്കെ വരുന്നേ അതാണ്, പിന്നെ ഇത് സ്റ്റാഫ് റൂം, കമ്പ്യൂട്ടർ ലാബ്, ഇനി സ്കൂളും കെമിസ്ട്രി ലാബ്, അങ്ങനെ 2-3 ഇതും കൂടി ഉണ്ട്. വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. നന്നായിട്ട് ഒറ്റയ്ക്ക് തന്നെ വരച്ചതാണോ? അതെ. വെരി ഗുഡ്. എല്ലാവരും കലാകാരികളാണല്ലേ? മിസ് ഇത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഫ്രണ്ട് പോർഷൻ ആയിട്ടാ വരച്ചത്. ഓക്കെ, ഒറ്റയ്ക്കാണോ വരച്ചത്? മിസ്സേ, വലിയ കലാകാരിയൊന്നും. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ മിസ്സേ? വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പേര് എല്ലാവരും നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തന്നെ നല്ല ഭംഗിയുണ്ട്. മിസ് ഇവിടെ കാണിക്കട്ടെ? കാണിച്ചോളൂ. കാണുന്നുണ്ടോ മിസ്സേ? ഒരു സെക്കൻഡ്. കാണാൻ പറ്റുന്നുണ്ട്. അത് മുകളിലത്തെ ഭാഗം കാണാൻ പറ്റുന്നില്ല. സ്കൂള്. ഓക്കെ ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടോ മിസ്സേ? കാണാൻ പറ്റുന്നുണ്ട്. സ്കൂളുണ്ട്, പിന്നെ ബസ്, പ്ലേ ഗ്രൗണ്ട് അല്ലേ? ഒരു കുട്ടി സ്കൂളിലേക്കൊക്കെ നടന്നു പോകുന്നത്. ഇത്രേ വരച്ചുള്ളൂ സ്കൂളിലേക്ക് മിസ്സേ. നടന്നു പോകുന്നത്. തനിയാണോ വരച്ചത്? അതെ അതെ മിസ്സേ. ഓക്കെ, വെരി ഗുഡ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓക്കെ മിസ്സേ. മിസ്സേ ഇതിന് മാർക്ക് ഉണ്ടോ മിസ്സേ? മാർക്ക് ഇല്ല. ഇതൊരു ജസ്റ്റ് ഒരു ആക്ടിവിറ്റി മാത്രമാണ് കേട്ടോ. നിങ്ങൾക്കിത് ഫ്യൂച്ചറിൽ ഹെൽപ്ഫുൾ ആവും. സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാം കുട്ടികളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. ഇനിയുണ്ടോ കാണിക്കാനായിട്ട്? ആരെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടോ? ഞാൻ പ്രസന്റ് ചെയ്യാം, പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ടാ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഡ്രോയിങ്ങിന്റെ ABCD പോലും അറിഞ്ഞൂടാ. കാണാൻ പറ്റുന്നില്ല, കുറച്ച് ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ഫുൾ ആയിട്ട് കാണുന്നില്ല. ഇപ്പോഴും കാണുന്നുണ്ട്. ട്രീ ഉണ്ട്, പിന്നെ സ്കൂൾ, ഒരു ബസ് ഉണ്ട്, ഒരു കൊച്ചുണ്ട്. ഇത്രേ കഷ്ടപ്പെട്ട് വരച്ചത്.
നന്നായിട്ടുണ്ട് കേട്ടോ. സ്ത്രീയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ലതാ. 70th ബാച്ച് എന്ന് പറയുന്നത് നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്ന കുട്ടികളാണ് ഉള്ളത് അല്ലെ? എല്ലാവരും ഒരേപോലെ നല്ല ഭംഗിയുണ്ട് എല്ലാവരുടെയും കാണാനായിട്ട്. സത്യം പറഞ്ഞതാ, നന്നായിട്ടുണ്ട് എല്ലാവരും വരച്ചത് കേട്ടോ. നമ്മുടെ ചില ബാച്ചിലെ കുട്ടികളോട് ഇത് വരയ്ക്കാൻ പറയുമ്പോ അവര് മറ്റുള്ളവരുടെ ഹെൽപ്പ് തേടാറുണ്ട്. ചിലവര് കുട്ടികളെ കൊണ്ട് വരപ്പിക്കും, ചിലവര് ഹസ്ബൻഡിനെ കൊണ്ട് വരപ്പിക്കും. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനപ്പോ അതാണ് എടുത്തു ചോദിച്ചത്, ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ വരച്ചതെന്ന് എടുത്തു ചോദിച്ചത് അതാണ് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഓഫീസ് മാനേജ്മെന്റിന്റെ. അതെല്ലാവരും ചെയ്തോ? ഒരാളൊന്ന് വായിക്കാമോ അത്? അറ്റൻഡൻസിന്റെ എഴുതാൻ പറഞ്ഞത്. ടീച്ചർ, ഈ ഇംഗ്ലീഷിന്റെ മലയാളമാണോ നമ്മൾ പറയാനായിട്ട് ടീച്ചർ, അതോ അതിന്റെ ഫുൾ മീനിങ് ആണോ പറയുന്നത്? അതിന്റെ മീനിങ് എന്താണ്? ഈ ഫുൾ പ്രസന്റ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് എഴുതേണ്ടത് കേട്ടോ. ഫുൾ പ്രസന്റ് മുഴുവൻ ദിവസം ഹാജർ, ഇങ്ങനെയാണോ ടീച്ചർ ഉദ്ദേശിക്കുന്നത്? അതെ, അതായത് മോർണിംഗ് സെഷനിലും ആഫ്റ്റർനൂൺ സെഷനിലും പ്രസന്റ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ ഫുൾ പ്രസന്റ് എന്ന് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു സിമ്പിൾ കൊടുക്കുന്നത്. അപ്പൊ വായിക്കട്ടെ മാം. ഫുൾ പ്രസന്റ് മുഴുവൻ ദിവസം ഹാജർ. മോർണിംഗ് പ്രസന്റ് രാവിലെ ഹാജർ. ആഫ്റ്റർനൂൺ പ്രസന്റ് ഉച്ചയ്ക്ക് ശേഷം ഹാജർ. മോർണിംഗ് സ്പോട്ട് രാവിലെ മാത്രം എത്തിയതായിട്ട് സൂചിപ്പിക്കുന്നത്. മോർണിംഗ് ആബ്സെന്റ് ആഫ്റ്റർനൂൺ പ്രസന്റ്, രാവിലെ ആബ്സെന്റ് ആയിരുന്നു, ഉച്ചയ്ക്ക് ഹാജരായത്. ആഫ്റ്റർനൂൺ സ്പോട്ട് ഉച്ചയ്ക്ക് ശേഷം മാത്രം എത്തിയതായിട്ട് രേഖപ്പെടുത്തുന്നത്. മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ആബ്സെന്റ്, രാവിലെ ഹാജർ ഉച്ചയ്ക്ക് ശേഷം ആബ്സെന്റ്. മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ലീവ്, രാവിലെ ഹാജർ ഉച്ചയ്ക്ക് അവധിയെടുത്തു. മോർണിംഗ് ലീവ് ആഫ്റ്റർനൂൺ പ്രസന്റ്, രാവിലെ അവധി ഉച്ചയ്ക്ക് ഹാജർ. ഫുൾ ഡേ ലീവ്, മുഴുവൻ ദിവസവും അവധി. ഫുൾ ഡേ ആബ്സെന്റ്, മുഴുവൻ ദിവസവും ആബ്സെന്റ്. ഇങ്ങനെയാണോ മാം? അതെ അതെ അതെ, അങ്ങനെയാണോ ബാക്കിയുള്ളവർ എഴുതിയിരിക്കുന്നേ? മിസ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇത് തന്നെ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കാം കേട്ടോ ജീന. Okay. Full present. Student attended both morning and afternoon section. Morning present. Student came in morning only. Afternoon present. Student came in afternoon only. Morning spot. Student was marked present during morning spot attendance. Morning absent. Afternoon present. Absent in morning, came in afternoon. Afternoon spot. Student was marked present during afternoon spot attendance. Morning present, afternoon absent. Came in morning, left or absent in afternoon. Morning present, afternoon leave. Came in morning, took leave in afternoon. Morning leave, afternoon present. Took leave in morning, came in afternoon. Full day leave. Student took leave for the full day with permission. Full day absent. Student was absent for the full day without permission. മിസ്. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? മിസ്, ഈ സ്പോട്ട് എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഉച്ചക്ക് സ്പോട്ടിൽ ഹാജരായി എന്ന് പറയില്ലേ, നമ്മൾ ആ ഒരു പ്രസന്റ് എടുക്കുന്ന സമയത്ത് ഹാജരായതിനാണോ പറയുന്നത്? അതായത് പ്രസന്റ് എടുക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകും, അത് കഴിഞ്ഞ് അപ്പൊ തന്നെ ലീവ് ആവും. ചില കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, സ്കൂളിലേക്ക് വരും, ഹാജരെടുക്കുന്ന സമയത്ത് ഉണ്ടാകും, പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ വീട്ടിൽ നിന്ന് ആള് വന്ന് വിളിച്ചിട്ട് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ട് എന്ത് ചെയ്യാനായിട്ട് മടങ്ങി പോവാറുണ്ട്. കുറച്ച് സമയത്തേക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, കുട്ടി എവിടെ ഉണ്ടാവുള്ളൂ, പ്രസന്റ് എടുക്കുന്ന സമയത്ത് മാത്രം. അത് കഴിഞ്ഞിട്ട് പോകും. അതാണ് കേട്ടോ ഈ സ്പോട്ട് എന്ന് പറയുന്നത്. മോർണിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞാല് രാവിലെ പ്രസന്റ് അറ്റൻഡൻസ് എടുത്തു, ആ സമയത്ത് കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ ലീവ് ചെയ്തു. ആഫ്റ്റർനൂൺ സ്പോട്ടും അത് തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം നോക്കുമ്പോൾ കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ ചില കാരണങ്ങളാൽ കുട്ടി അപ്പൊ തന്നെ മടങ്ങിപ്പോയി. നമ്മള് കണ്ടിട്ടില്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ചിലപ്പോ വീട്ടിൽ നിന്ന് ആള് വന്ന് വിളിച്ചിട്ട് പോകും അല്ലെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തലറക്കം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളെ നമ്മൾ പറഞ്ഞു വിടാറുണ്ട് അല്ലെ.
അപ്പൊ അതാണ് ഈ സ്പോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ടീച്ചർ പരീക്ഷയ്ക്ക് വരുമ്പോ ഈ സിമ്പിൾസ് തന്നിട്ട് നമ്മള് ഇത് എഴുതേണ്ടി ആ അങ്ങനെയാണോ? അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പരീക്ഷയ്ക്ക് സിമ്പിൾ ചോദിക്കും, അതെന്താണെന്ന് ഓപ്ഷനിൽ ഉണ്ടാകും. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതുക, അത്രേ ഉള്ളൂ പരീക്ഷയ്ക്ക്. വേറെ ഒന്നും കൂടുതലായിട്ട് അറിയേണ്ടതില്ല. ഞാൻ പിന്നെ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചത് കേട്ടോ. പിന്നെ ഇവിടെ ലീവ് എന്ന് പറയുന്നുണ്ട്, നോക്കിയാൽ നിങ്ങളത് ഞാൻ പറഞ്ഞുതരാം. മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ലീവ് എന്ന് പറഞ്ഞാല് മോർണിംഗിൽ സ്കൂള് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, ആഫ്റ്റർനൂൺ ലീവ് കൊടുത്തു. അതായത് എന്തെങ്കിലും കാരണം, ഇപ്പൊ എന്തെങ്കിലും പി ടി എ മീറ്റിങ്ങോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ മീറ്റിങ്ങോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളെ വീട്ടിലോട്ട് പറഞ്ഞയക്കും. അപ്പൊ ഹോൾ സ്കൂളിൽ എന്ത് കൊടുക്കുവാണ്, അവധി കൊടുക്കുവാണ് ചെയ്യുന്നത്. അതാണ് മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ലീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേരെ തിരിച്ചു, അതായത് മോർണിംഗ് ലീവ് ആയിരിക്കും, ആഫ്റ്റർനൂൺ പ്രസന്റ്, അതായത് രാവിലെ സ്കൂൾ ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സ്കൂൾ പ്രവർത്തിക്കുക. അതാണ് ലീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ആ ഇനി അവിടെ ഫുൾ ഡേ ലീവ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഫുൾ ഡേ ലീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഡേയ്സ്, അതായത് നമ്മൾ കലണ്ടറിൽ ചുവന്ന അക്ഷരത്തിൽ കാണപ്പെടില്ലേ ചില കാര്യങ്ങള് അല്ലെ, കുറേയധികം ജയന്തികൾ ഉണ്ട് അല്ലെ, പിന്നെ അതായത് മഹത് വ്യക്തികളുടെ ജന്മദിനങ്ങള്, അതുപോലെ എന്തെങ്കിലും ഇതിലൊക്കെ, അതായത് ചില ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്ത് സ്കൂളിന് അവധി കൊടുക്കാറുണ്ട്. അതിനെയാണ് ഫുൾ ഡേ ലീവ് എന്ന് പറയുന്നത്. ഹോൾ സ്കൂൾ എന്താണ്, വർക്കിംഗ് അല്ലാത്ത അവസ്ഥയെയാണ് നമ്മൾ ഫുൾ ഡേ ലീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫുൾ ഡേ ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടി രാവിലെയും വന്നിട്ടില്ല വൈകുന്നേരവും വന്നിട്ടില്ല, ദാറ്റ് ഈസ് ഫുൾ ഡേ ആബ്സെന്റ്. മനസ്സിലായോ? ഓക്കെ, ഇത്രയുമാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, വായിച്ചാൽ തന്നെ മനസ്സിലാവും. സംശയമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് ആണ് കേട്ടോ അടുത്ത ചാപ്റ്റർ. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്താ മീൻ ചെയ്യുന്നേ? ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്നല്ലേ മിസ്സേ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്ലാനിങ് അല്ലെങ്കിൽ പദ്ധതികള് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ കൂടുതലായിട്ട് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ പി ജിയില് ചില ടോപ്പിക്സ് ഉണ്ട് ഞാൻ എടുക്കുന്നത്, അത് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേജ്. ഓക്കെ, പേജ് നമ്പർ 162 163 ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യുക ആദ്യം.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യുക കേട്ടോ. ആൻസി ഒന്ന് വായിച്ചേ ഇൻട്രൊഡക്ഷൻ. വായിക്കുന്നു ടീച്ചർ. മീനിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ആണ് കേട്ടോ. മീനിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ആൻഡ് അല്ല കേട്ടോ. മീനിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്നല്ല, മീനിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് അങ്ങനെയാക്കുക കേട്ടോ. Meaning of institutional planning. Institutional planning is a systematic way to the plan and program for the development of an institution. It is based on the principles of maximum application of the resource of the school and the community in which it exists, improvement in the outcome of students, teaching, learning methods, co-curricular activities, and professional development of teachers are the main objectives of institutional planning. A school system is concerned with many activities which are diverse and often changing. Planning is the responsibility of the school head. Planning emphasizes reasoning in advice about the development of school. Planning means getting things done. A successful planning specifies what work is to be done, why, when, how, and where it will be done, and who will be able. അപ്പൊ മീനിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഇവിടെ ആദ്യം എന്താ പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഇസ് എ സിസ്റ്റമാറ്റിക് വേ ടു ദ പ്ലാൻ ആൻഡ് പ്രോഗ്രാം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് വിളിക്കാം. മനസ്സിലായോ? അതിപ്പോ ഒരു സ്കൂളാകാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആകാം, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫാക്ടറി ആകാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആകാം. ഏതൊരു സ്ഥാപനത്തിന്റെയും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന പ്ലാനുകളെയാണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ മാക്സിമം ആപ്ലിക്കേഷൻ ഓഫ് റിസോഴ്സസ് ഓഫ് ദ സ്കൂൾ ആൻഡ് ദ കമ്മ്യൂണിറ്റി ഇൻ വിച്ച് ഇറ്റ് എക്സിസ്റ്റ്. അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്ന ആ ഒരു പ്ലാനിങ്ങില് എന്ത് ചെയ്യുന്നു? അതായത് ധാരാളം മാക്സിമം റിസോഴ്സസ്. ഓക്കെ, അതായത് കുറെ അധികം റിസോഴ്സസ് ഉണ്ടല്ലോ. മാൻ ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, മണി ഉണ്ട്, അല്ലെ? കുറെ റിസോഴ്സസ് ഉണ്ട് നമുക്ക്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാത്തരം റിസോഴ്സുകളെയും ഉപയോഗിച്ചുകൊണ്ട് പ്ലാനിങ് നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു സ്കൂളിലാണെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളുണ്ട്, കുട്ടികളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെ? ഇവരൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് നടത്തുന്നത്? പ്ലാനിങ് നടത്തുന്നത്. അതിനെ നമുക്ക് എന്ത് പറയാം? സ്കൂളിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയാം. ക്ലിയർ ആണോ? യെസ്. ഇനി അതുപോലെ തന്നെ ഒരു എന്താ പറയാ, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കുറെ അധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ്, ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ്, co-curricular activities, and professional development of teachers are the main objectives of institutional planning. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ്. ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് കുട്ടികളുടെ ഡെവലപ്മെന്റും അവര് നല്ല റിസൾട്ട് നമ്മൾക്ക് തരുന്നതുമാണത് ഔട്ട്കം എന്ന് പറയുന്നത്. ഒരു സ്കൂളിനെ സംബന്ധിച്ച് അവരുടെ അസെറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പൊ സ്റ്റുഡൻസിന്റെ റിസൾട്ട് ആണ് ഇവിടെ എന്തായിട്ട് കണക്കാക്കുന്നത്? ഔട്ട്കം ആയിട്ട് കണക്കാക്കുന്നത്. നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കും വാങ്ങിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികളാണ് ആര്?
സ്കൂളിനെ സംബന്ധിച്ച് അവരുടെ ഔട്ട്കം എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നല്ല രീതിയിലുള്ള ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സുകൾ അല്ലെ, ടീച്ചർമാര് പഠിപ്പിക്കുന്ന രീതികള്, കുട്ടികൾ അത് കേൾക്കുന്ന രീതികള്, ഇത്തരത്തിലുള്ള മെത്തേഡുകളൊക്കെ നല്ലതായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതെ, എക്സ്ട്രാ ഇപ്പൊ കരിക്കുലറിന് പുറമെ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങൾ, സ്പോർട്സ്, അതുപോലെ മറ്റ് പല കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ കുട്ടികൾ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് എന്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ്, teaching learning method, co-curricular activities and professional development of teachers. Okay. അടുത്ത നമുക്ക് നോക്കാം. The school system is surrounded with many activities which are diverse and often changing. Planning is the responsibility of the school head. അതായത് സ്കൂൾ സിസ്റ്റത്തിൽ നമുക്ക് കുറെ ആക്ടിവിറ്റികൾ കാണാനായിട്ട് സാധിക്കും. പക്ഷെ അതൊക്കെ വ്യത്യസ്തങ്ങളാണ്. അതായത് സ്കൂളിനനുസരിച്ച് അവിടെയുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ വ്യത്യാസം വരും അല്ലെ. ഒരു സ്പോർട്സ് സ്കൂളിൽ ഉണ്ടാകുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും ഒരു സാധാ സ്കൂളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഓരോ സ്കൂളിനനുസരിച്ചും അവിടെയുള്ള ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യാം, വ്യത്യാസങ്ങൾ വരാം. പിന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് അത് സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പ്ലാനിങ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്കൂൾ ഹെഡ്. സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്ലാനിങ് എംഫസൈസ് ചെയ്യുന്നത്, ഊന്നൽ നൽകുന്നത് സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഒരു സ്കൂളിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, പ്ലാനിങ് തയ്യാറാക്കുന്നത്. പിന്നെ അടുത്തത് പ്ലാനിങ് മീൻസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. അതായത് പ്ലാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ഒരു സക്സസ്ഫുൾ പ്ലാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. A successful planning specifies what work is to be done, why, when, how and where it will be done and who will be labeled. അതായത് ഒരു സക്സസ്ഫുൾ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വർക്കുകളാണ് അവിടെ ചെയ്യാനുള്ളത്, എന്തുകൊണ്ട് ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എവിടെ ചെയ്യുന്നു, ആരാണ് അത് ചെയ്യുന്നത്, ആർക്കാണ് അതിന് ലയബിൾ, അതായത് റെസ്പോൺസിബിലിറ്റി ഉള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങില് നമ്മള് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒന്നാണല്ലേ പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ ഫോളോ ചെയ്യാറില്ലേ പ്ലാനിങ്? പ്ലാൻ ചെയ്യാറുണ്ടോ? കാര്യങ്ങള് ചെയ്യാറുണ്ടല്ലേ. അതായത് ഇന്നിപ്പോ നമ്മൾ രാവിലെ കിച്ചണില് കയറുന്നത് മുതൽ നമ്മൾ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം, എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എവിടേക്ക് പോകണം, ഇതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. എഴുതിയൊന്നും വെച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവും, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കാം, ലഞ്ചിന് ഇത് ഉണ്ടാക്കാം, അങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും അല്ലെ. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് ചടപടയെന്ന് വരുന്നതല്ല, നമ്മൾക്ക് നേരത്തെ തന്നെ, അതായത് അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കുന്നു. അത് ആരൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളും പ്ലാനിങ്ങില് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? യെസ്. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പ്ലാനിങ് ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പ്ലാനിങ്. Factors influencing planning. First one, work factor. It is simple or complex. Time operating or repetitive. രണ്ടാമത്തെ സ്റ്റാഫ് ഫാക്ടർ. സ്കിൽ ഓഫ് ടാലന്റ് ഓഫ് ദ സ്റ്റാഫ് റിക്വയർഡ്. 3, കോസ്റ്റ് ഫാക്ടർ. യൂസ്ഫുൾനെസ് ഓഫ് ദ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ഓർ കമ്മ്യൂണിറ്റി. 4th, ടൈം ഫാക്ടർ. അർജൻസി ഓഫ് ദ പ്ലാൻ. 5th, equipment factor. Materials, machines and space. എന്താ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയാം കേട്ടോ. അപ്പോ എന്തൊക്കെ ഫാക്ടറുകളാണ് പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് വർക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. വർക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രവർത്തനം അത് ഇറ്റ് ഈസ് സിമ്പിൾ ഓർ കോംപ്ലക്സ്. സിമ്പിൾ ആണോ
കോംപ്ലക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും ലളിതമായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഇനി അതിൽ തന്നെ വരുന്നതാണ് ടൈം ഓപ്പറേഷൻ ഓർ റിപ്പിറ്റേറ്റീവ്. അതായത് തുടർച്ചയായിട്ട് വരുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കാറുണ്ട്. അതാണ് ഒന്നാമത്തേത് കേട്ടോ. രണ്ടാമത്തേത് സ്റ്റാഫ് ഫാക്ടർ ആണ്. അതെന്തൊക്കെയാ വരുന്നത്? സ്കിൽസ് ഓഫ് ടാലന്റ് ഓഫ് സ്റ്റാഫ് റിക്വയർഡ്. അതായത് ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആളുകളെ നമ്മൾ അസ്യൂം ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാഫുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കഴിവുകളുണ്ടോ, സ്കില്ലുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത്. മൂന്നാമത്തത് കോസ്റ്റ് ഫാക്ടർ ആണ്. യൂസ്ഫുൾനെസ് ടു ദി സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ഓർ കമ്മ്യൂണിറ്റി. അതായത് തയ്യാറാക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാണ്, ടീച്ചേഴ്സിന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് എത്രമാത്രം ഉപകാരപ്രദമാണെന്ന് ചെക്ക് ചെയ്യാറുണ്ട്. നാലാമത്തതാണ് ടൈം ഫാക്ടർ, അർജൻസി ഓഫ് ദ പ്ലാൻ. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങള് എത്ര ഡ്യൂറേഷൻ അല്ലെങ്കിൽ എത്ര കാലയളവിനുള്ളിൽ നടത്തി തീർക്കേണ്ടതാണ്. അതായത് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം. അതായത് എത്ര കാലം കൊണ്ട് തീരും, എത്ര സമയം എടുത്തിട്ട് തീരും എന്നുള്ളത്. ചിലപ്പോൾ ലോങ് ടേം പ്ലാൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഷോർട്ട് ടേം പ്ലാനുകൾ ഉണ്ടാകാം അല്ലെ. ഷോർട്ട് ടേം ആണെങ്കിൽ അത് കുറച്ചു കാലം കൊണ്ട് തീർക്കണം, ലോങ് ടേം ആണെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവും അല്ലെ. അപ്പോ പ്ലാനിന്റെ ആ ഒരു എന്താ പറയാ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അത് ഷോർട്ട് ടേം ആണെന്നോ അല്ലെങ്കിൽ ലോങ് ടേം ആണെന്നോ നമുക്ക് തിരിക്കാം. അപ്പൊ അതിൽ നമുക്ക് അത് എത്ര കാലയളവിനുള്ളിൽ തീർക്കണം എന്ന് എന്ത് ചെയ്യാം, മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തതാണ് എക്യുപ്മെന്റ് ഫാക്ടർ. എക്യുപ്മെന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മെറ്റീരിയൽസ്, മെഷീൻസ് ആൻഡ് സ്പേസ്. അതായത് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, മെഷീനുകൾ എന്തൊക്കെയാണ്, സ്പേസ്, അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്യുപ്മെന്റ് ഫാക്ടറിൽ. ക്ലിയർ ആണോ? അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കോട്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിംഗ് എന്ന് ചോദിക്കാം. അപ്പോ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. വർക്ക് ഫാക്ടർ, അതുപോലെ സ്റ്റാഫ് ഫാക്ടർ, കോസ്റ്റ് ഫാക്ടർ, എക്യുപ്മെന്റ് ഫാക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്ഷനിൽ കൊടുത്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. വായിച്ചോളൂട്ടോ ഒരാള്, റീഡ് ചെയ്തോളൂ. Financial assistance. Reliant upon the strength of the school, the teacher is entrusted with the work of fees collection. Even then, except the principal or the head of the institution, other teachers will not be given the work of salary distribution or making financial decisions. Financial management ഡിസ്റോപ്മെന്റ് എന്നാണ്. ഡിസ്റോപ്മെന്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ അല്ലെങ്കിൽ വിതരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വായിച്ചോളൂ. ഡിസ്ഓർമെന്റ് അങ്ങനെയല്ലേ മിസ്സേ? Disrobement or making financial decisions. Financial management emphasizes the aspects of school finance, budgeting, and accounting procedures. The control and management of school finance is the major responsibility of a school head. School finance is assigned to the money needed to pay staff, maintain the institution, and keep services going. Budget refers to a financial plan for a year. It includes the accepted revenue and expenditure for each year. Accounting refers to the recording, keeping information about income and expenditure, showing the net loss or surplus. ഓക്കെ. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്? ഹെഡിങ് എന്താ? മീനിങ് എന്താ ഹെഡിങ്ങിന്റെ? സാമ്പത്തികപരമായിട്ടുള്ള സഹായം എന്നാണോ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Reliant upon the strength of the school, the teacher is entrusted with the work of fees collection. Even then, expect the principal or the head of the institution, other teachers will not be given the work of salary disbursement or making financial decisions.
അതായത് ഒരു സ്കൂളിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് എന്ത് ചെയ്യാം, ടീച്ചേഴ്സിനെ ഫീ കളക്ഷന് വേണ്ടിയിട്ട് ഡ്യൂട്ടിക്ക് ഇടാം. അതായത് വളരെ സ്ട്രെങ്ത് കുറവുള്ള സ്കൂളുകളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടീച്ചേഴ്സ് എന്ത് ചെയ്താൽ മതി, ഫീസ് കളക്ട് ചെയ്താൽ മതി. ഇനി സ്ട്രെങ്ത് കൂടുതലുള്ള സ്കൂളാണെങ്കിൽ അതിനനുസരിച്ച് ടീച്ചറുടെ എണ്ണം എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണം, ഫീസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ നമ്മുടെ ഒരു സ്കൂളില് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അവര് ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊന്നും സാലറി സപ്ലൈ ചെയ്യാനോ, അതായത് സാലറി കൊടുക്കാനോ മറ്റു പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ അവകാശമില്ല. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സിന്റെ ജോലി എന്ന് പറഞ്ഞാല് കേവലം ഫീസ് കളക്ഷൻ മാത്രമാണ്. മറിച്ച് ഒരു സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ശമ്പളം പോലുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യാനോ ടീച്ചേഴ്സിന് അവകാശമില്ല. അത് കൊടുക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? ആർക്കാ ഉള്ളേ? പ്രിൻസിപ്പലിന്. പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എംഫസൈസസ് ദ ആസ്പെക്ട് ഓഫ് എ സ്കൂൾ ഫിനാൻസ്, ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ. The control and management of school finance is the major responsibility of the school head. School finance is assigned to the money needed to pay staff, maintain the institution, and keep service going. Budget refers to a financial plan for a year. It includes the expected revenue and expenditure for each year. Accounting refers to the record keeping information about income and expenditure showing the net loss or surplus. So, financial management എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സ്കൂൾ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ബഡ്ജറ്റിംഗ്, അക്കൗണ്ടിംഗ് പ്രൊസീജിയർ എന്നിവയ്ക്കാണ് സ്കൂൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എംഫസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഊന്നൽ നൽകുന്നത്. ഇനി ദ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് സ്കൂൾ ഫിനാൻസ് ഇസ് ദ മേജർ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്കൂൾ ഹെഡ്. ഒരു സ്കൂൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് സ്കൂൾ ഹെഡ് ആണ്. സ്കൂളിന്റെ തലവൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആകാം, ഹെഡ് മാസ്റ്റർ ആകാം. സ്കൂൾ ഫിനാൻസ് ഈസ് അസൈൻഡ് ടു ദ മണി നീഡഡ് ടു പേ സ്റ്റാഫ്, മെയിൻറ്റെയിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കീപ് സർവീസ് ഗോയിങ്. അതുപോലെ തന്നെ സ്കൂൾ ഫിനാൻസ് എന്ന് പറയുന്നത് സ്കൂളിന്റേതായിട്ടുള്ള സാമ്പത്തികം എന്ന് പറയുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അതായത് ടീച്ചേഴ്സിന്, അതായത് സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കാനായിട്ട്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അവിടുത്തെ സർവീസുകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂൾ ഫിനാൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പണം വേണം അല്ലെ? പണം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ? മണി എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചായാലും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചായാലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അത് മണി എന്ന് പറയുന്നത്. അപ്പൊ സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളില് അവിടെയുള്ള സ്റ്റാഫുകൾക്ക്, ടീച്ചേഴ്സിന് ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ടാവാം, നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ടാവാം. അവിടെയുള്ള സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മണി ആവശ്യമാണ്. അതുപോലെ തന്നെ സ്കൂളിന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ, ഡേ ടു ഡേ ഫങ്ഷൻസ്, അതായത് അത്തരത്തിലുള്ള, അതായത് ഇപ്പോ സ്കൂൾ വണ്ടികളൊക്കെ ഉണ്ട് അല്ലെ? സ്കൂൾ വാനുകളൊക്കെ ഇല്ലേ? ഇതിനൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇന്ധനം അടിക്കട്ടെ അല്ലെ? ഡീസലും പെട്രോളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചെയ്യണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? പണം വേണം. ഇനി നമ്മൾക്കറിയാം ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലൊക്കെ എന്ത് കൊടുക്കാറുണ്ട്? ഭക്ഷണം കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇല്ലേ? മീൽസ് കൊടുക്കാറില്ലേ? ഉച്ചയ്ക്ക് ചോറും 2 തരം കറികളൊക്കെ കൂട്ടിയാണ് എന്ത് ചെയ്യുക, പിന്നെ പാല്, മുട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾക്ക് എന്ത് ആവശ്യമാണ്? മണി എന്ന് പറയുന്നത് ആവശ്യമാണ്. അപ്പൊ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം? പണം ആവശ്യമാണ്. അപ്പോ സ്കൂളിന്റെ എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും പണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Then budget refers to a financial plan for a year. ഇനി ബഡ്ജറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല് ഒരു വർഷത്തേക്കുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ്, സാമ്പത്തികപരമായിട്ടുള്ള പദ്ധതിയാണ്. അതായത് നമ്മൾ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ന്യൂസിലും പേപ്പറിലൊക്കെ കാണാറുണ്ട് അല്ലെ, ടി വിയിലൊക്കെ കാണാറുണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അല്ലെ? മന്ത്രിമാര്
പ്രത്യേകിച്ചും ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ, അവരെന്താ പറയാ? അവർ ഇന്നും ഇന്നലെയും നാളെയുള്ള കാര്യങ്ങളാണോ അതിനകത്ത് പറയുന്നത്? അല്ല, ഒരു സാമ്പത്തിക വർഷം അല്ലെ, അതായത് 2000 ഇപ്പോ ആണെങ്കിൽ ഇനി അടുത്ത ബഡ്ജറ്റ് ഇനി അടുത്ത വർഷമാണല്ലോ പ്രഖ്യാപിക്കുക അല്ലെ. അതായത് ഒരു വർഷം ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയുള്ള കാര്യങ്ങളാണ് ഒരു ബഡ്ജറ്റിൽ പ്രതിപാദിക്കുന്നത്. അപ്പോ ആ ഒരു വർഷത്തേക്ക് എന്തൊക്കെ പ്ലാനുകളാണ് തയ്യാറാക്കുന്നത്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ മേഖലയ്ക്കും എത്ര രൂപ വീതമാണ് നീക്കി വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ടിവിയിലൊക്കെ കാണുന്നത് അല്ലെ, വായിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക്, ഓരോ പ്രവർത്തനങ്ങൾക്കും ഇന്ന എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കൂളിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് എക്സ്പെക്ടഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ഈച്ച് ഇയർ. ഓരോ വർഷവും നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം എത്രയാണ്. സ്കൂളിന് വരുമാനം ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതായത് ചെലവുണ്ട് അല്ലെ. ചെലവായിട്ട് കുറെ പൈസ പോവാറുണ്ട്, വരവിനത്തിൽ അതായത് വരുമാനത്തിന്റെ റവന്യൂ ഇനത്തിൽ കുറെ പൈസ കിട്ടാറുമുണ്ട്. അപ്പോ ഏതൊക്കെയാണ് എക്സ്പെക്ടഡ്, പ്രതീക്ഷിക്കുന്ന വരുമാനം എവിടെ നിന്നൊക്കെയാണ്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആ ഒരു വർഷം എന്തൊക്കെ ചെലവുകളാണ് ഉണ്ടാവുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ റെക്കോർഡ് കീപ്പിംഗ് ഇൻഫോർമേഷൻ അബൌട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഷോയിങ് ദ നെറ്റ് ലോസ് ഓർ സർപ്ലസ്. അതായത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള പ്ലാൻ ആണെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആ ഒരു വർഷത്തേക്കുള്ള റെക്കോർഡ് കീപ്പിംഗ് ഇൻഫോർമേഷൻ ആണ്. അതായത് വരവുകളും ചെലവുകളും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമുക്കറിയാം ചില സ്ഥാപനങ്ങളിൽ അല്ലെ, ഇപ്പൊ സ്കൂളായാലും മറ്റു ചില സ്ഥാപനങ്ങളിലൊക്കെ ആയാലും അക്കൗണ്ടന്റ് വരാറുണ്ട് അല്ലെ. അക്കൗണ്ടന്റ് വന്നിട്ട് എന്ത് ചെയ്യും, പരിശോധിക്കും അല്ലെ, കണക്കുകൾ കാര്യങ്ങളൊക്കെ പരിശോധിക്കില്ലേ. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം എന്ത് ചെയ്യും, അവര് പറയും ലാഭമാണോ നഷ്ടമാണോ എന്ന് അവര് കണ്ടെത്തും അല്ലെ. ലാഭമാണെങ്കിൽ ലാഭവിഹിതമൊക്കെ പങ്കിടാറുണ്ട് അല്ലെ, ഇല്ലേ? ഓർഗനൈസേഷൻ അങ്ങനെയല്ലേ പ്രോഫിറ്റ് പങ്കിടുന്നേ? യെസ്. അപ്പോ അത്തരത്തില് നമ്മൾ എല്ലാ ഓർഗനൈസേഷനിലും ഒക്കെ ഇങ്ങനെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അതിന്റെ ചെയ്യാം. അപ്പൊ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? സൈൻ ഔട്ട് ഉണ്ടോ? Ma'am, sign out. I am Vidya. I am telling sign out. Thank you, ma'am. Today's class was fantastic and engaging. Thank you, ma'am. Okay. Thank you so much. Next. Thank you. Thank you, ma'am. Thank you.